ഇതിൻ്റെ ചാർജിങ് ഫ്യൂസ് പോയിട്ടുണ്ട്. അപ്പോൾ അതാണിത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ പിന്നെ ഇതിലേതെങ്കിലും ചിലപ്പോൾ എനിക്ക് പൊട്ടിപ്പോയതാണ്. നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് ലൈറ്റ് അടിച്ച് കണ്ടോ, അത് കാണാൻ പറ്റില്ലല്ലേ? ചെറിയൊരു പണി കിട്ടിയിരിക്കുകയാണ്. കാണിച്ചു മൊബൈൽ കമ്പനി ഫോണാണ്, സ്വിച്ച് ഓഫാണ്. പിന്നെ എൻ്റെ ഈ ഫോണും ചാർജ് ചെയ്യാൻ പറ്റില്ല വണ്ടിയിൽ. പിന്നെ കേബിൾ പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം. ഉണ്ടോ, ഐഫോണിൻ്റെ സി ആണ്, കുത്താനുള്ള സംവിധാനം ഇവിടെ ഇല്ല. അപ്പോൾ ആകെ പൊട്ടിക്കുന്ന ഒരു ടൈമാണ് ഇപ്പോൾ എനിക്ക്. അപ്പോൾ സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്യൂസ് പോയിട്ടുണ്ട്. പക്ഷേ കാർ ചാർജറുണ്ട്, ചാർജ് കയറില്ല. അപ്പോൾ ആ ഫ്യൂസ് മാറ്റുന്ന ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾ സ്വയം ചെയ്യാൻ പറ്റും തോന്നുകയാണെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ ഇലക്ട്രോണിക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോവുക ചെയ്യുക. അപ്പോൾ മിക്ക വാഹനങ്ങൾക്കും ഇങ്ങനൊരു സംഭവം നമ്മൾ ചിലപ്പോൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഇതായിരിക്കും ഇഷ്യൂസൊക്കെ കാര്യങ്ങളൊക്കെ കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, ഷിഫ്റ്റ് ഡിസയറാണ്. അതിൻ്റെ ചാർജിങ് ഫ്യൂസ് പോയിട്ടുണ്ട്. അപ്പോൾ അതാണിത് വർക്ക് ചെയ്യാത്തത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റുകയാണ്. അപ്പോൾ ഒരു ചെറിയൊരു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടിയിലാണ് ഫ്യൂസ് ബോക്സ് വരുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഡോർ തുറന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇത് എടുക്കാനുള്ള കാരണം എൻ്റെ മൊബൈൽ തുള്ളി ചാർജില്ല. അപ്പോൾ ആ ഫ്യൂസ് മാറിയാൽ മാത്രമേ എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഇത് കണ്ട കവറിങ് കണ്ടില്ലേ, ഒരു ഷെയ്ക്കിങ് ഉണ്ടാവും ഒന്നും തോന്നണ്ട. കാരണം വെച്ചാൽ എൻ്റെ അടിയിലായതുകൊണ്ട് ഇത് കണ്ടോ, ഈ കവറിങ്ങിൽ ജസ്റ്റ് ഊരിട്ട് കേട്ടോ, ഊരിട്ട് കാണിച്ചുതരാം. ഗൈസ്, നിങ്ങളിത് കണ്ടോ, ഇതിൽ ഇപ്പോൾ ഇതാണ്ട ACC 2 15A എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ ACC 15A. അപ്പോൾ ഇതിലേതെങ്കിലും ചിലപ്പോൾ എനിക്ക് ഫസ്റ്റ് ആയിരിക്കും സെക്കൻഡ് ആയിരിക്കും, ഇതിലേതെങ്കിലും ഒരു ഫീസാണ് പോയിട്ടുണ്ടാവുക. അപ്പോൾ ആ ഫീസ് നമുക്ക് മാറ്റണം. അപ്പോൾ ഇതാണ് ഫ്യൂസ് വരുന്നത്. ഫ്യൂസിൻ്റെ ഇത് നിങ്ങൾക്ക് റൈറ്റ് സൈഡിലൊരു 3 നീല ഫ്യൂസ് കാണില്ലേ, അപ്പോൾ അതിൽ ഫസ്റ്റത്തെ ആവാനാണ് സാധ്യത. അപ്പോൾ അതാണ് ഞാൻ ഊരുന്നത്. ഇപ്പോൾ കണ്ടോ 15 കാണുന്നത്, അപ്പോൾ അതാണ് കേട്ടോ ഞാൻ ഊരുന്നത്. ഗൈസ്, അപ്പോൾ ഇവിടെ എക്സ്ട്രാ ഫ്യൂസ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നത് എന്താ പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ, ബോണ്ട് ഓപ്പൺ ചെയ്ത് എൻജിൻ്റെ ഭാഗത്തുള്ളൊരു ഫ്യൂസ് ഉണ്ട് അവിടെ ആണ്. ഇത് നമ്മുടെ ഇലക്ട്രോണിക്കിൻ്റെയും അത് എൻജിൻ്റെ ഭാഗത്തിൻ്റെ ഫ്യൂസാണ്. അപ്പോൾ ഇതിനും അതിനും കൂട്ടുള്ള 2 ഫ്യൂസ് എക്സ്ട്രാ എൻജിൻ്റെ ബോക്സിലുണ്ടാവുക, എൻജിൻ ഫ്യൂസിൻ്റെ ബോക്സിലുണ്ടാവുക, ഇതിൽ വെക്കത്തില്ല. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് എടുത്തിട്ട് ഇതിലോട്ട് വെക്കുകയാണ്. വെക്കുക പറഞ്ഞു കഴിഞ്ഞാൽ അതിലിരിക്കുന്നത് ഊരിയെടുക്കുകയല്ല, എക്സ്ട്രാ ഒരെണ്ണം നമുക്ക് അത്യാവശ്യ ഘട്ടത്തിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ ഒരു 4-5 വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം നമ്മൾ എടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ എൻ്റെ മൊബൈൽ 20%. എൻ്റെ കമ്പനി ഫോണാണ്, സ്വിച്ച് ഓഫാണ്. അപ്പോൾ വിളിച്ചാലും പോലും കിട്ടില്ല. അതുകൊണ്ടാണ്. പിന്നെ ഇത് അറിയുന്നവർ മാത്രം ചെയ്യുക, അല്ലാത്തവർ ചെയ്യരുത്. അല്ലാത്തവർ എന്ത് ചെയ്യുക വെച്ച് കഴിഞ്ഞാൽ നേരെ ഇലക്ട്രോണിക് ഷോപ്പിൽ പോവുക, അവിടെ നിന്ന് മാറ്റുക. പിന്നെ സ്വയം ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലത്തെ ഫ്യൂസ് വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഒരെണ്ണം വെക്കുക. ഏത് സമയത്ത് നമുക്ക് അത്യാവശ്യം വരുമെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇതൊക്കെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യുക, അല്ലാത്തവർ ചെയ്യാൻ നോക്കരുത് കേട്ടോ. അപ്പോൾ നേരെ ഞാനത് ഇപ്പോൾ ബോണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇതാണ് എൻജിൻ ഫ്യൂസിൻ്റെ കളർ. ഇതുണ്ടോ ഒരു പോകും. അപ്പോൾ ഇതിൻ്റെ മുകളിൽ കണ്ടോ ഒരു 6 ഫ്യൂസ് എക്സ്ട്രാ ഉണ്ടാവും, അതില്ല. പിന്നെ ഈ ഭാഗത്താണ് നമ്മുടെ ഫ്യൂസ് അയക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാവും, ഫ്യൂസ് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാവും. പക്ഷേ അത് ആരോ ഊരിയിട്ട് അത് തിരിച്ച് വെച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ വേറെ ഇതാണ്ടോ 15ൻ്റെ ഫ്യൂസ് ഇവിടെ ഇരിക്കുന്നുണ്ട് എക്സ്ട്രാ, നിങ്ങൾ ഊരിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഇങ്ങനത്തെ ഒരു 15 മേടിച്ചിട്ട് ഇടണം കേട്ടോ. അപ്പോൾ ഞാനത് എടുക്കാനുള്ളൊരു വഴിയുണ്ട്, അപ്പോൾ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അത് ഞാൻ ഫ്യൂസ് ഊരിയിട്ടുണ്ട്. ഇത് പൊട്ടിയിട്ടൊന്നുമില്ല, നല്ല ഫ്യൂസ് ആട്ടത്. അപ്പോൾ ഇതിനാണ് ഊരിയത്, ഊരാൻ കുറച്ച് പണിയെടുത്ത് ഞാൻ. അപ്പോൾ ഇതിനൊരു സാധനം ഉണ്ടോ, ഫ്യൂസ് വരുന്നൊരു ചെറിയൊരു ക്ലിപ്പ് പോലത്തെ സാധനം, അതുണ്ടെങ്കിൽ സുഖമായിട്ട് ഊരാൻ എടുക്കാൻ എളുപ്പമാണ്. അതാരോ ഊരിയിട്ട് അതേപോലെ വെച്ചിട്ട്. അപ്പോൾ ഞാനിപ്പോൾ നേരത്തെ കാണിച്ചു തന്ന ഒരു 15 ഉണ്ട്. അപ്പോൾ മൊബൈൽ നല്ല ചാർജ് കമ്മിയാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ഓഫായി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഇതിപ്പോൾ
ഇപ്പോൾ കസ്റ്റമറായിട്ട് വന്നതാണ് അതിന്. ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്നും ഇവിടുന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ഇത് കണ്ടോ, ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബൈക്ക് കീയുടെ ലോക്കറ്റിൽ വരുന്ന സാധനമാണ്. അപ്പോൾ ഇതെന്തിനു ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂസ് വരാൻ ക്ലിപ്പ് കയ്യിലില്ല, അതുകൊണ്ട് ഫ്യൂസ് കിട്ടില്ല. നമ്മൾ കൈയായിട്ട് വലിച്ച് നമ്മുടെ കൈ ഇതുണ്ടോ, എൻ്റെ കൈ ഒരു പരുവത്തിലായിട്ട്. അപ്പോൾ ഇതാണ് ഇപ്പോൾ അടുത്ത മാർഗം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം, കിട്ടുകയാണെങ്കിൽ കിട്ടും. ഗൈസ്, ഞാൻ പറഞ്ഞ പോലെ ഇതുണ്ടോ, ഈ ഫ്യൂസ് ആ 15-ാം നമ്പർ തന്നെ പൊട്ടിപ്പോയതാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലേക്ക് നോക്കിയേ, കണ്ട. ഇനിയിപ്പോൾ മറ്റേ ഫ്യൂസ് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ നമ്മൾ നോക്കട്ടോ. അപ്പോൾ കുറച്ച് ടൈം എടുത്തെടുക്കാൻ വേണ്ടിയിട്ട് വേണ്ട, ഇത് പൊട്ടാത്ത ഫീസ്, മറ്റേ പൊട്ടിയ ഫീസ്. അങ്ങനെയാണ് നമുക്ക് ചാർജ് കിട്ടാതിരുന്നത്, അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഫ്യൂസ് നമ്മൾ അതേപോലെ തന്നെ ഇടും കേട്ടോ. ഇതല്ല, ഇതിലിപ്പോൾ പൊട്ടിപ്പോയത് ഇതാണ് നമ്മൾ നമ്മുടെ ബോണറ്റിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തത്. നേരത്തെ കണ്ടില്ലേ, ഇവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ. അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോകണം. കണ്ടോ, ജസ്റ്റ് ഉള്ളിലോട്ട് തള്ളി കൊടുക്കുക. അങ്ങനെ നമ്മൾ തള്ളി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓണാക്കി വെക്കാം. അപ്പോൾ ഇഗ്നിഷൻ ഓണാക്കി നമ്മൾ കണ്ടോ, ഇപ്പോൾ ചാർജർ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഇതിൽ കണക്ട് ചെയ്യാം. ഉണ്ടോ, ജസ്റ്റ് കണക്ട് ചെയ്തിട്ട് അതിൽ കൂടി ചാർജ് കയറുന്ന ഞാൻ കാണിച്ചു തരാം. എന്നൊക്കെ വേണമെങ്കിൽ ഇവിടെ ലൈറ്റ് കത്തുന്ന കാണാം. കണ്ടോ, ഉള്ളിൽ ലൈറ്റ് കത്തുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അപ്പോൾ നേരത്തെ നമുക്ക് ചാർജ് കയറിയില്ല, ഫ്യൂസ് പോയതുകൊണ്ടാണ് ചാർജ് കയറാതിരുന്നത്. അപ്പോൾ ഫ്യൂസ് മാറിയിട്ടുണ്ട്. അപ്പോൾ എൻജിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ ഒരു ഫ്യൂസ് അതേപോലെ തന്നെ, അല്ല എൻജിൻ്റെ ഉള്ളിൽ നിന്നല്ല, എൻജിൻ ബോണറ്റിൽ നിന്ന് ഒരു ഫ്യൂസ് അതേപോലെ നമ്മൾ കൊണ്ടുവെക്കാൻ പോവാണ്. എന്താ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഒരാൾ തുറന്നു നോക്കുമ്പോൾ പൊട്ടിയതാണെങ്കിലും എന്തായാലും ആൾക്ക് മനസ്സിലാവും ഇത് പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ വേറെ മേടിക്കണമെന്ന്. ഇതുണ്ടോ, ഫ്യൂസ് ഞാൻ അതേപോലെ തിരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. പഴയതാണ്, പൊട്ടിയതാണ് കേട്ടോ. ഗായ്സ്, ഇതാ എൻ്റെ ഈ ഫോണ് ഞാൻ ഫുൾ ചാർജ് ആക്കി. കാണാൻ പറ്റും നിങ്ങൾക്ക്, കയറുന്നുണ്ടല്ലേ. പിന്നെ എൻ്റെ ഫോണും ഒരു 40-50% ഇപ്പോൾ തന്നെ ആയി. ഇത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ അഹങ്കാരം കൊണ്ട് കിട്ടിയ സംഭവത്തത് ചാർജിന് വെച്ചിട്ട് കളിച്ചത് പരിപാടിയാണ്. ഇപ്പോൾ പരിപാടിയൊന്നുമില്ല, ഇപ്പോൾ ഞാൻ ഊരിയോണ്ട് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. നിങ്ങളുടെ ഐഡിയയിൽ നിങ്ങൾ എന്താ ചെയ്യുക. അപ്പോൾ എനിക്ക് തോന്നിയൊരു ഐഡിയ ആണ് ഇത്. അപ്പോൾ സംഭവം എങ്ങനെ ഞാൻ ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിംഗ് പ്ലെയർ ആണല്ലോ, മൊന പോലത്തുള്ള കട്ടിംഗ് പ്ലെയർ. അപ്പോൾ അതേ രീതിയിൽ ഇത് അമർത്താൻ പറ്റില്ല, നമുക്ക് വേണമെങ്കിൽ അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലോക്കായി നിൽക്കും, ഇത് വലിച്ചു കഴിഞ്ഞാൽ പോരും. അതിന് വേണ്ടിയിട്ടാണ് ഇതും പിന്നെ ഈ റിങ് ഞാൻ യൂസ് ചെയ്തത്. ഇതിട്ട് ഞാൻ അങ്ങനെ പിടിച്ച് ഞാൻ വലിച്ചു നോക്കി, കിട്ടണില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഇട്ട് എന്നിട്ട് ഇതായിട്ട് വലിച്ചപ്പോൾ സാധനം ഊരിപ്പോന്നു. നല്ല ടൈറ്റ് ആയിരിക്കും, കുറേ കാലമായിട്ട് കിടക്കുന്ന സാധനമായിരിക്കും, അതുകൊണ്ട് നല്ല ടൈറ്റ് ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ. ശ്രദ്ധിക്കുക, കാര്യങ്ങൾ ചെയ്യാം കേട്ടോ. അപ്പോൾ സാധനം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ, ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കിത് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതേപോലെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ചിലപ്പോൾ ഫേസ് ഉണ്ടാവാതിരിക്കാം, ചിലപ്പോൾ ഭാവിയിലുണ്ടാവും വാഹനങ്ങളാണ്. അപ്പോൾ ഫ്യൂസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലുള്ള ഇതേപോലത്തെ സംഭവം തന്നെയാണ്. ഒരെണ്ണം പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വണ്ടിക്ക് വലിയൊരു ആപത്തൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കറണ്ട് പാസിങ്ങുള്ള സാധനമാണ്. അപ്പോൾ ഷോർട്ടേജും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. അത് നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ മീറ്റർ കൺസോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻജിൻ്റെ ഭാഗത്താണ് മറ്റേ ഇത് ഓണായി കിടക്കും, നമ്മുടെ എൻജിൻ ലൈറ്റ്, ബാക്കിയുള്ള ബാറ്ററി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓണായി കിടക്കും. അത് ഓണായി വണ്ടി സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ശേഷം ഓണാക്കി കിടന്നിട്ടുണ്ടെങ്കിൽ
വർക്ക്ഷോപ്പിൽ നിർബന്ധമായിട്ട് കൊണ്ട് കാണിക്കുക കേട്ടോ. പിന്നെ ഇവിടുത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡ്ലൈറ്റ് ഓൺ ഇതൊക്കെ വർക്ക് ചെയ്തിരുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കാണിച്ചോ, കൊണ്ടു നടക്കണ്ട. ഒരു എനിക്ക് തോന്നുന്നത് നല്ലതല്ല. പിന്നെ വാഹനമല്ലേ, നമ്മൾ അത്രയ്ക്കും മോഹിച്ച് ഓടിക്കുന്ന വാഹനങ്ങൾ നമ്മളൊരു ചെറിയൊരു മിസ്റ്റേക്ക് കാരണം നശിപ്പിക്കുന്നത് നല്ലതല്ല. അപ്പോൾ ഈ വീഡിയോ ഞാനിപ്പോൾ ചെയ്തതെന്താ വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, മറ്റുള്ളവരുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ വാഹനം ഉണ്ടായിട്ടുണ്ട് മുന്നേ. ആ വാഹനം ഞാൻ ഇലക്ട്രോണിക് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അവർ എന്താ ചെയ്യണത് അത് നോക്കി അവരോട് ചോദിച്ച് അങ്ങനെ പഠിച്ചതാണ്. മൊത്തമായിട്ട് ഞാൻ പഠിച്ചിട്ടൊന്നുമില്ല, ചെറിയ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തതും നിങ്ങളെ കാണിച്ചു തന്നതും. അപ്പോൾ അവർ അത്ര വലിയ അറിവൊന്നും എനിക്കില്ല, അവർ കുറേ കാലമായിട്ട് ചെയ്യുന്ന പരിപാടിയാണ്. പിന്നെ ഇത് നിങ്ങൾ വർക്ക്ഷോപ്പിൽ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ കൊണ്ടുകൊടുക്കുകയാണെങ്കിൽ ചില ചേട്ടന്മാർ ഒന്നും വാങ്ങില്ല, മിക്ക ആൾക്കാരൊന്നും വാങ്ങില്ല. എല്ലാവരും ഒരു 10-20 റുപ്യ, അതിൻ്റെ അപ്പുറം പോകത്തില്ല. എന്തിപ്പോൾ വലിയ കാര്യമുള്ളതിനൊക്കെ. അപ്പം പോയി തോന്നണം മാറ്റിക്കോളൂ, കൊണ്ടു നടക്കണ്ട, എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആർക്കെങ്കിലും യൂസായെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അത് ഇന്ന രീതിയിലാണ്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ കവറിങ്ങും കാര്യങ്ങൾ കണ്ടില്ലേ, അപ്പോൾ അത് വായിച്ചു നോക്കി തന്നെ പകുതി മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ മൊത്തമായിട്ടൊന്നും കാണിച്ചു തന്നില്ല, ഞാൻ ആ കാണിച്ചു തന്ന അതിൻ്റെ ഇത് മാത്രമാണ്, ചാർജിങ്ങിൻ്റെ മാത്രമേ കാണിച്ചു തന്നിട്ടുള്ളൂ. വേറെ ഒന്നും ഞാൻ കാണിച്ചു തന്നിട്ടില്ല. അപ്പോൾ അതേപോലെ ചെയ്യുക. ഫ്രണ്ട്സിന് യൂസ് വരികയാണെങ്കിൽ അയച്ചു കൊടുക്കുക. പിന്നെ ലൈക്ക് ചെയ്യാനും പിന്നെ ഷെയർ ചെയ്യാനും മറക്കണ്ട, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല ഒരു കണ്ടൻറ്റായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ബൈ.